ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് പടക്കമൊക്കെ വാങ്ങിയാലോ? വിഷുവൊക്കെയല്ലേ വരുന്നത്. കുറച്ച് പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മാഹിയിൽ വന്നിരിക്കുകയാണ്. മാമനും മോനും കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പടക്കം എന്ന് പറഞ്ഞാൽ ഇവരൊരു വീക്ക്നെസ്സാണ്. പിന്നെ റിൻഷാട്ടൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു വിഷുവിന് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പടക്കം പൊട്ടി ചാർമാദിക്കാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പൊട്ടുന്നതും വേണം, കാണാൻ വേണ്ടിയിട്ട് മത്താപ്പൂ, കമ്പിത്തിരി അങ്ങനത്തെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ അതും വാങ്ങിക്കണം. അപ്പം ഇത് തന്നെ ഹൃദയക്കൊക്കെ ചിലപ്പോൾ പേടിയായിരിക്കും, എന്താണെന്നൊന്നും അറിയില്ല. അത് നിങ്ങൾക്ക് വയ്യ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയ സമയത്ത് അവിടുന്ന് പൊട്ടുന്നത് കേട്ടിട്ട് ഹൃദയം പേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിവർ വാങ്ങി വന്നാലും എന്തായാലും അവൻ്റെ അടുത്തുനിന്ന് പൊട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതാ പടകമൊക്കെ വാങ്ങിച്ച് ഇച്ചോട്ട് നടക്കുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് എന്താണ് സ്ഥിതി എന്ന് നമുക്ക് നോക്കാം. ജാനിമോള് കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അവൾക്ക് വലിയ പേടിയൊന്നുമില്ല. പണ്ടേ അങ്ങനെ എന്താ പറയുക, പേടിക്കാതെ അവൾ കയ്യിൽ പിടിച്ച് കത്തിക്കലുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കത്തിച്ചു കൊടുക്കണം. കയ്യിലേക്കാകുമ്പോൾ പിന്നെ എൻ്റെ ആകുമ്പോഴൊരു ചെറിയൊരു കരച്ചിലുണ്ടാവും. ഈ ഇത് തെറിക്കുന്ന പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയക്കുട്ടൻ അങ്ങനെയല്ല. ഇത് വാങ്ങി വന്നതും ഇത് 2 പടകം പൊട്ടിച്ചും ഭയങ്കര കരച്ചിൽ. ചേട്ടൻ പിടിച്ച് വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇതൊക്കെ കാണുന്നതും പൊട്ടുന്നതൊക്കെ പേടിയാവുകയാണ്. വീണ്ടും അവനെടുത്ത് ചെയ്യുന്നുണ്ട്. എൻ്റെ പേടി മാറ്റാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഒരു രക്ഷയില്ല, ഭയങ്കര കരച്ചിൽ തന്നെ. എനിക്കാണെങ്കിൽ അവനെ എടുക്കാനും ഇപ്പം പറ്റാത്തതുകൊണ്ട് അമ്മ ഉള്ളതുകൊണ്ട് അമ്മ എടുത്ത് കൊണ്ടുപോകണം. അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അവൻ. ഞാൻ വീണ്ടും വിഷു ആയിട്ടില്ല. നമ്മളിത് വിഷുവിൻ്റെ 2 ദിവസം മുന്നെയാണ് ഇവർ പടക്കമൊക്കെ വാങ്ങി വെച്ച് നോക്കുന്നത്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയുണ്ട്, പൊട്ടുന്നുണ്ടോ, കത്തുന്നുണ്ടോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഇത് വിഷുവിനൊക്കെ എത്തുമെന്ന് തോന്നുന്നില്ല. അച്ഛനും മോളും കൂടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിഷുവിനേക്ക് റിൻഷറിൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് പടകം കഴിഞ്ഞച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൃദയ്. പടകം പൊട്ടിക്കൽ കഴിഞ്ഞ് ഒരു സൈക്കിൾ പ്രാക്ടീസിലാണ്. ബാക്കി വീഡിയോ നമുക്ക് പിന്നാലെ കാണാം. ഓക്കെ, ബൈ.